ഓം ശാന്തി 2-3-2025 അവ്യക്ത ബാബ്ദാദ റിവൈസ് കോഴ്സ് 15-10-2004. മുരളിയുടെ ടൈറ്റിലാണ് ഒന്നിനെ പ്രത്യക്ഷമാക്കുന്നതിനായി ഏകരസസ്ഥിതി ഉണ്ടാക്കൂ, സ്വമാനത്തിൽ കഴിയൂ, എല്ലാവർക്കും ബഹുമാനം നൽകൂ. ഇന്ന് ബാബ്ദാദ ഓരോ കുട്ടിയുടെയും മസ്തകത്തിൽ 3 ഭാഗ്യനക്ഷത്രങ്ങൾ തിളങ്ങുന്നതായി കാണുകയാണ്. ഒന്ന് പരമാത്മ പാലനയുടെ ഭാഗ്യം, പരമാത്മാ പഠിപ്പിന്റെ ഭാഗ്യം, പരമാത്മാ വരദാനങ്ങളുടെ ഭാഗ്യം. ഇങ്ങനെ 3 നക്ഷത്രങ്ങൾ എല്ലാവരുടെയും മസ്തകത്തിന് നടുവിൽ കാണുകയാണ്. താങ്കളും തന്റെ ഭാഗ്യത്തിന്റെ തിളങ്ങുന്ന നക്ഷത്രങ്ങളെ കാണുകയാണോ? കാണപ്പെടുന്നുണ്ടോ? ഇങ്ങനെ ശ്രേഷ്ഠ ഭാഗ്യത്തിന്റെ നക്ഷത്രങ്ങൾ മുഴുവൻ വിശ്വത്തിൽ മറ്റാരുടെയും മസ്തകത്തിൽ തിളങ്ങുന്നതായി കാണപ്പെടുകയില്ല. ഈ ഭാഗ്യത്തിന്റെ നക്ഷത്രങ്ങൾ എല്ലാവരുടെയും മസ്തകത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ തിളക്കത്തിൽ എവിടെയൊക്കെയോ വ്യത്യാസം കാണപ്പെടുകയാണ്. ചിലരുടെ തിളക്കം വളരെ ശക്തിശാലിയാണ്, ചിലരുടേത് മധ്യമമാണ്. ഭാഗ്യവിധാതാവ് ഭാഗ്യം എല്ലാ കുട്ടികൾക്കും ഒരേപോലെ നൽകിയിട്ടുണ്ട്, ചിലർക്ക് പ്രത്യേകമായി നൽകിയിട്ടില്ല. പാലനയും ഒരേപോലെ, പഠിപ്പും ഒരുമിച്ച്, വരദാനവും ഒരേപോലെ തന്നെ എല്ലാവർക്കും ലഭിക്കുന്നു. മുഴുവൻ വിശ്വത്തിന്റെ കോണുകോണിലും പഠിപ്പെപ്പോഴും ഒന്നുതന്നെയാണ് ഉണ്ടാകുന്നത്. ഇത് അത്ഭുതമാണ്. എല്ലാവരും ഒരേ മുരളി, ഒരേ തീയതി, അമൃതവേള സമയത്തും അവരവരുടെ ദേശത്തിന്റെ കണക്കിൽ ഒന്നുതന്നെയാണ്. വരദാനവും ഒന്നുതന്നെയാണ്, സ്ലോഗനും ഒന്നുതന്നെയാണ്. വ്യത്യാസമുണ്ടോ? അമേരിക്കയിലും ലണ്ടനിലും വ്യത്യാസമുണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നില്ല. അപ്പോൾ വ്യത്യാസം എന്തുകൊണ്ടാണ്? അമൃതവേളയുടെ പാലന നാനാഭാഗത്തും ബാബ്ദാദ ഒന്നു തന്നെയാണ് ചെയ്യുന്നത്. നിരന്തരം ഓർമ്മയുടെ വിധിയും എല്ലാവർക്കും ഒന്നു തന്നെയാണ് ലഭിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് യഥാക്രമം? വിധി ഒന്നാണ്, സിദ്ധിയുടെ പ്രാപ്തിയിൽ വ്യത്യാസം എന്തുകൊണ്ട്? ബാബ്ദാദയ്ക്ക് നാനാഭാഗത്തെയും കുട്ടികളോട് സ്നേഹവും ഒരുപോലെയാണ്. ബാബ്ദാദയോടുള്ള സ്നേഹത്തിൽ അഥവാ നമ്പറിൽ അവസാന നമ്പർ ആയാലും, പക്ഷെ ബാബ്ദാദയുടെ സ്നേഹം അവസാന നമ്പറിനോടും ഒന്നു തന്നെയാണ്. പിന്നെ സ്നേഹത്തോടൊപ്പം അവസാന നമ്പറിനോട് ദയയും ഉണ്ട്. ഇവർ ലാസ്റ്റ് ആയാലും ഫസ്റ്റായി മാറട്ടെ. താങ്കൾ എല്ലാവരും ആരെല്ലാം ദൂരെ നിന്ന് എത്തിച്ചേർന്നുവോ? എങ്ങനെ എത്തിച്ചേർന്നു? പരമാത്മാ സ്നേഹത്തിൽ ആകർഷിക്കപ്പെട്ടുകൊണ്ട് വന്നില്ലേ? സ്നേഹത്തിന്റെ ചരടിൽ വലിച്ചുകൊണ്ടുവന്നു. അപ്പോൾ ബാബ്ദാദയ്ക്ക് എല്ലാവരോടും സ്നേഹമാണ്. ഇങ്ങനെ മനസ്സിലാക്കുന്നുവോ? അതോ ചോദ്യം ഉയർത്തുകയാണോ? എന്നോട് സ്നേഹമുണ്ടോ അതോ കുറവാണോ? ബാബ്ദാദയുടെ സ്നേഹം ഓരോ കുട്ടിയോടും ഒന്നിനൊന്ന് മെച്ചമാണ്. ഈ പരമാത്മാ സ്നേഹം തന്നെയാണ് എല്ലാ കുട്ടികളുടെയും വിശേഷ പാലനയ്ക്കുള്ള ആധാരം. എല്ലാവരും എന്താണ് മനസ്സിലാക്കുന്നത്? എന്റെ സ്നേഹം ബാബയോട് കൂടുതലാണോ അതോ മറ്റുള്ളവർക്കാണ് സ്നേഹം കൂടുതൽ, എന്റേത് കുറവാണ്? ഇങ്ങനെ കരുതുന്നുണ്ടോ? ഇങ്ങനെയല്ലേ കരുതുന്നത്? എന്റെ സ്നേഹം എന്റെ സ്നേഹമാണ്, അങ്ങനെയല്ലേ? പാണ്ഡവർക്ക് അങ്ങനെയല്ലേ? ഓരോരുത്തരും പറയും എന്റെ ബാബ. ഇങ്ങനെ പറയുകയില്ല സെന്റർ ഇൻചാർജിന്റെ ബാബ, ദാദിയുടെ ബാബ, ജാൻകി ദാദിയുടെ ബാബ. പറയുമോ? ഇല്ല, എന്റെ ബാബ എന്ന് പറയും.
എന്റെ എന്ന് പറഞ്ഞുവെങ്കിൽ ബാബയും എന്റേതെന്ന് പറഞ്ഞു. കേവലം ഒരു എന്റെ എന്ന വാക്കിൽ തന്നെ കുട്ടികൾ ബാബയുടേതായി, ബാബ കുട്ടികളുടേതായി മാറി. പരിശ്രമം തോന്നിയോ? കുറേശ്ശെ തോന്നിയില്ല. ഇടയ്ക്കിടെ തോന്നുന്നുണ്ടോ? തോന്നുന്നില്ലേ? തോന്നുന്നു. പിന്നെ പരിശ്രമം തോന്നുന്നുവെങ്കിൽ എന്താണ് പറയുക? ക്ഷീണിക്കുന്നുവോ? ഹൃദയം കൊണ്ട് പ്രേമത്തോടെ പറയൂ, എന്റെ ബാബ. അപ്പോൾ പ്രയത്നം പ്രേമത്തിലേക്ക് മാറിക്കൊള്ളും. എന്റെ ബാബ എന്ന് പറയുന്നതിലൂടെ തന്നെയാണ് ബാബയുടെ അടുക്കൽ ശബ്ദം എത്തിച്ചേരുന്നതും ബാബ അധിക സഹായം നൽകുന്നതും. എന്നാൽ ഹൃദയത്തിന്റെ വ്യാപാരമാണ്, ബുദ്ധിയുടെ വ്യാപാരമല്ല. ഹൃദയത്തിന്റേതാണ് വ്യാപാരം. അപ്പോൾ ഹൃദയത്തിന്റെ വ്യാപാരം ചെയ്യുന്നതിൽ സമർത്ഥരല്ലേ? അറിയുകയില്ലേ? പുറകിലുള്ളവർക്ക് അറിയുമോ? അതുകൊണ്ടാണല്ലോ എത്തിച്ചേർന്നത്. എന്നാൽ ഏറ്റവും ദൂരദേശത്ത് നിന്നുള്ള ആൾ ആരാണ്? അമേരിക്ക? അമേരിക്കക്കാർ ദൂരദേശക്കാരാണോ അതോ ബാബയാണോ ദൂരദേശി? അമേരിക്ക ഈ ലോകത്ത് തന്നെയാണ്. ബാബ മറ്റൊരു ലോകത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും ദൂരദേശി ആരാണ്? അമേരിക്കയല്ല. ഏറ്റവും ദൂരദേശി ബാബ്ദാദയാണ്. ഒരാൾ ആകാരവതനത്തിൽ നിന്ന് വരുന്നു, ഒരാൾ പരംധാമത്തിൽ നിന്ന് വരുന്നു. അപ്പോൾ അമേരിക്ക അതിനു മുമ്പിൽ എന്താണ്? ഒന്നും തന്നെയല്ല. അപ്പോൾ ഇന്ന് ദൂരദേശി ബാബ ഈ സാകാര ലോകത്തെ ദൂരദേശി കുട്ടികളുമായി കാണുകയാണ്. ലഹരിയില്ലേ? ഇന്ന് നമുക്ക് വേണ്ടി ബാബ്ദാദ വന്നിരിക്കുകയാണ്. ഭാരതവാസികൾ ബാബയുടേത് തന്നെയാണ്. എന്നാൽ ഡബിൾ വിദേശികളെ കണ്ട് ബാബ്ദാദ വിശേഷിച്ച് സന്തോഷിക്കുന്നു. എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നത്? ബാബ്ദാദ കണ്ടു, ഭാരതത്തിലാണല്ലോ ബാബ വന്നിരിക്കുന്നത്. അതിനാൽ ഭാരതവാസികൾക്ക് ഈ ലഹരി അധികമാണ്. എന്നാൽ ഡബിൾ വിദേശികളോട് സ്നേഹം ഇതിനാലാണ് ഭിന്ന ഭിന്ന സംസ്കാരം ഉണ്ടായിട്ടും ബ്രാഹ്മണ സംസ്കാരത്തിലേക്ക് പരിവർത്തനപ്പെട്ടു. ആയില്ലേ? ഇപ്പോഴും ഈ സങ്കല്പം വരുന്നില്ലല്ലോ, ഇത് ഭാരത സംസ്കാരമാണ്, നമ്മുടെ സംസ്കാരം മറ്റൊന്നാണ് എന്ന്. ഇല്ല. ഇപ്പോൾ ബാബ്ദാദ റിസൾട്ട് കാണുന്നു. എല്ലാവരും ഒരേ സംസ്കാരത്തിലേതായി. എവിടെയായിരുന്നാലും സാകാര ശരീരത്തിന്റെ ദേശം ഭിന്ന ഭിന്നമാണ്. എന്നാൽ ആത്മാവ് ബ്രാഹ്മണ സംസ്കാരത്തിന്റേതാണ്. മറ്റൊരു കാര്യവും ബാബ്ദാദയ്ക്ക് ഡബിൾ വിദേശികളുടേത് വളരെ നന്നായി തോന്നുന്നു. അറിയാമോ എന്താണ്? ബ്രാക്കറ്റിൽ പെട്ടെന്ന് സേവനം ചെയ്യുവാൻ ആരംഭിച്ചിരിക്കുന്നു. പറയൂ. ബ്രാക്കറ്റിൽ ജോലിയും ചെയ്യുന്നു, സേവനവും ചെയ്യുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലും ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലും ജോലി ചെയ്യുന്നുണ്ട്. ബ്രാക്കറ്റിൽ എന്ത് തന്നെ സംഭവിച്ചാലും സത്യതയോടെ തന്റെ ദുർബലതയെ അറിയിക്കും. സ്പഷ്ടവാദിയാണ്. ശരി, ഇന്ത്യ സ്പഷ്ടവാദിയല്ലേ? ബാബ്ദാദ ഇത് കണ്ടു. ദൂരത്തായിരുന്നാലും പക്ഷെ ബാബയോട് സ്നേഹത്തിന്റെ കാരണത്താൽ സ്നേഹത്തിൽ ഭൂരിപക്ഷം പാസാണ്. ഭാരതത്തിന് ഭാഗ്യമുള്ളത് തന്നെയാണ്. പക്ഷെ ദൂരെ ഇരുന്നും സ്നേഹത്തിൽ എല്ലാവരും പാസാണ്. അഥവാ ബാബ്ദാദ ചോദിക്കുകയാണെങ്കിൽ സ്നേഹത്തിൽ ശതമാനമുണ്ടോ? ബാബയോടുള്ള സ്നേഹത്തിന്റെ വിഷയത്തിൽ ശതമാനമുണ്ടോ? ആരാണ് കരുതുന്നത് സ്നേഹത്തിൽ 100% അവർ കൈ ഉയർത്തു. ബ്രാക്കറ്റിൽ എല്ലാവരും കൈ ഉയർത്തി. നല്ലത് 100%. ഭാരതവാസികൾ ഉയർത്തുന്നില്ലേ? നോക്കൂ, ഭാരതത്തിന്
ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ബാബ ഭാരതത്തിലേക്കാണ് വരുന്നത്. ഇതിൽ ബാബയ്ക്ക് അമേരിക്ക ഇഷ്ടമല്ല എന്നല്ല, എന്നാൽ ഭാരതം ഇഷ്ടപ്പെട്ടു. ഇവർ ബ്രാക്കറ്റിൽ അമേരിക്കയുടെ ഗായത്രി ബഹൻ മുന്നിലിരിക്കുകയാണ്. അതിനാലാണ് അമേരിക്ക എന്ന് പറയുന്നത്. എന്നാൽ ദൂരെയായിട്ടും സ്നേഹം നല്ലതാണ്. പ്രശ്നം വന്നാലും ബാബ ബാബ എന്ന് പറഞ്ഞ് ഇല്ലാതാക്കുന്നു. സ്നേഹത്തിൽ ബാബ്ദാദയും പാസ്സാക്കിയിട്ടുണ്ട്. ഇനി എന്തിലാണ് പാസ്സാകേണ്ടത്? ആകേണ്ടതുണ്ടല്ലോ, ആവുകയും വേണം. അപ്പോൾ വർത്തമാന സമയത്തിനനുസരിച്ച് ബാബ്ദാദ ഇതാണ് ആഗ്രഹിക്കുന്നത്. ഓരോ കുട്ടികളും പരിവർത്തനത്തിന്റെ ശക്തിയിലെ ശതമാനം സ്നേഹത്തിന്റെ ശക്തിയിൽ എല്ലാവരും കൈ ഉയർത്തിയതുപോലെ ആയിരിക്കണം. എല്ലാവരും കൈ ഉയർത്തിയല്ലോ. ഇത്രയും തന്നെ സ്വപരിവർത്തനത്തിന്റെ തീവ്രഗതി ഉണ്ടോ? ഇതിൽ പകുതിയാണോ കൈ ഉയർത്തുക, അതോ മുഴുവനോ? എന്താണ് ഉയർത്തുക? പരിവർത്തനം ചെയ്യുന്നുമുണ്ട്, എന്നാൽ സമയമെടുക്കുന്നുമുണ്ട്. സമയത്തിന്റെ സമീപതയനുസരിച്ച് സ്വപരിവർത്തനത്തിന്റെ ശക്തി ഇങ്ങനെ തീവ്രമായിരിക്കണം. കടലാസിൽ ബിന്ദുവിടുമ്പോൾ എത്ര സമയമെടുക്കും? ബിന്ദുവിടുന്നതിന് എത്ര സമയമാണ് എടുക്കുക? സെക്കൻഡ് പോലുമില്ല. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ തീവ്രഗതി ഉണ്ടോ? എന്താ ഇതിൽ കൈ ഉയർത്തുമോ? ഇതിൽ പകുതി കൈ ഉയർത്തും. സമയത്തിന്റെ വേഗത തീവ്രമാണ്. പരിവർത്തനത്തിന്റെ ശക്തി ഇങ്ങനെ തീവ്രമാകണം. എപ്പോഴാണോ പരിവർത്തനം എന്ന് പറയുന്നത്, അപ്പോൾ പരിവർത്തനത്തിനു മുന്നിൽ ആദ്യം സ്വ എന്ന വാക്ക് സദാ ഓർമ്മ വയ്ക്കൂ. പരിവർത്തനമല്ല, സ്വപരിവർത്തനം. ബാബ്ദാദയ്ക്ക് ഓർമ്മയുണ്ട്, കുട്ടികൾ ബാബയോട് 1 വർഷത്തേക്ക് പ്രതിജ്ഞ ചെയ്തിരുന്നു, സംസ്കാര പരിവർത്തനത്തിലൂടെ ലോക പരിവർത്തനം ചെയ്യും എന്ന്. ഓർമ്മയുണ്ടോ? വർഷം ആചരിച്ചതല്ലേ? സംസ്കാര പരിവർത്തനത്തിലൂടെ ലോക പരിവർത്തനം. അപ്പോൾ ലോകത്തിന്റെ ഗതിയാണെങ്കിൽ അതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സംസ്കാര പരിവർത്തനം, അതിന്റെ ഗതി ഇത്രയും ഫാസ്റ്റ് ആണോ? അതുപോലെ വിദേശത്തിന്റെ വിശേഷതയാണ് സാധാരണ രൂപത്തോടെ ഫാസ്റ്റായി പോകുന്നു, ഫാസ്റ്റായി ചെയ്യുന്നു. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, സംസ്കാര പരിവർത്തനത്തിൽ ഫാസ്റ്റ് ആണോ? ബാബ്ദാദ സ്വപരിവർത്തനത്തിന്റെ തീവ്രത ഇപ്പോൾ തീവ്രമായി കാണാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ, ബാബ്ദാദ എന്താണ് ആഗ്രഹിക്കുന്നത്? പരസ്പരം ആത്മീയ സംഭാഷണം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു, ബാബ്ദാദ എന്താണ് ആഗ്രഹിക്കുന്നത്? ബാബ്ദാദ ഇതാണ് ആഗ്രഹിക്കുന്നത്. സെക്കൻഡിൽ ബിന്ദുവിടണം. കടലാസിൽ ബിന്ദുവിടുന്നത് പോലെ. അതിനേക്കാൾ വേഗത്തിൽ പരിവർത്തനത്തിൽ എന്താണോ അയഥാർത്ഥമായത് അതിൽ ബിന്ദുവിടണം. ബിന്ദുവിടാൻ അറിയാമോ? അറിയാമല്ലോ. എന്നാൽ ഇടയ്ക്കിടെ ചോദ്യചിഹ്നമായി മാറുന്നു. ഇടുന്നത് ബിന്ദു, ആകുന്നത് ചോദ്യചിഹ്നം. ഇതെന്തുകൊണ്ടാണ്? ഇതെന്താണ്? ഇത് എന്തുകൊണ്ട്? ഇത് ബിന്ദുവിനെ ചോദ്യചിഹ്നത്തിലേക്ക് മാറ്റുന്നു. ബാബ്ദാദ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈ അരുത്, എന്ത് ചെയ്യണം എന്നത് അരുത്. ഫ്ലൈ, അതായത് പറക്കണം. ആഹാ എന്ന് പറയൂ, ഫ്ലൈ ചെയ്യൂ. വൈ എന്നരുത്. വൈ പറയാൻ ഉടൻ പറ്റുന്നുണ്ടല്ലോ, അറിയാമല്ലോ. എപ്പോഴാണ് വൈ എന്ന് പറയുന്നത്, അപ്പോൾ അതിനെ ആഹാ എന്നാക്കൂ. ആര് തന്നെ എന്ത് ചെയ്താലും പറഞ്ഞാലും
ആഹാ ഡ്രാമ, ആഹാ. ഇതെന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഇതെന്തുകൊണ്ട് പറഞ്ഞു? അരുത്. ഇവർ ചെയ്താൽ ഞാനും ചെയ്യും. അരുത്. ഇന്നത്തെ കാലത്ത് ബാപ്ദാദ കാണുന്നുണ്ട്. കേൾപ്പിക്കട്ടെ, പരിവർത്തനം ചെയ്യണമല്ലോ. അപ്പോൾ ഇന്നത്തെ കാലത്ത് വിദേശത്താകട്ടെ ഇന്ത്യയിലാകട്ടെ രണ്ട് ഭാഗത്തും ഒരു കാര്യത്തിന്റെ അല ഉണ്ട്. അതെന്താണ്? ഇത് നടക്കണം, ഇത് ലഭിക്കണം, ഇതിവർ ചെയ്യണം. ഞാൻ എന്താണോ കരുതുന്നത്, പറയുന്നത്, അത് നടക്കണം. ഈ വേണം വേണം സങ്കല്പത്തിൽ പോലും ഉണ്ടാകുന്നത് വേസ്റ്റ് ചിന്തകളെ ബെസ്റ്റ് ആകാൻ അനുവദിക്കുകയില്ല. ബാപ്ദാദ എല്ലാവരുടെയും വേസ്റ്റിന്റെ ചാർട്ട് കുറച്ചു കാലത്തേക്ക് നോട്ട് ചെയ്തിട്ടുണ്ട്, പരിശോധിച്ചിട്ടുണ്ട്. ബാപ്ദാദയുടെ അടുക്കൽ ശക്തിശാലിയായ മെഷീനറി ഉണ്ടല്ലോ. താങ്കളുടേതുപോലെയുള്ള കമ്പ്യൂട്ടർ അല്ല. താങ്കളുടെ കമ്പ്യൂട്ടർ ദോഷവും നൽകുന്നുണ്ട്. എന്നാൽ ബാപ്ദാദയുടെ അടുക്കൽ പരിശോധനാ മെഷീനറി വളരെ ഫാസ്റ്റ് ആണ്. അപ്പോൾ ബാപ്ദാദ കണ്ടു, ഭൂരിഭാഗത്തിനും വേസ്റ്റ് സങ്കല്പം മുഴുവൻ ദിവസത്തിൽ ഇടയ്ക്കിടെ നടക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ഈ വേസ്റ്റ് സങ്കല്പങ്ങളുടെ ഭാണ്ഡം ഭാരിച്ചതാകുന്നു. ബെസ്റ്റ് ചിന്തകളുടെ ഭാണ്ഡം കുറഞ്ഞതാകുന്നു. അപ്പോൾ ഇടയ്ക്കിടെ നടക്കുന്ന വ്യർത്ഥ ചിന്തകൾ അത് ബുദ്ധിയെ ഭാരിച്ചതാക്കി മാറ്റുന്നു, പുരുഷാർത്ഥത്തെ ഭാരിച്ചതാക്കി മാറ്റുന്നു. ഭാരമല്ലേ അത് അതിന് നേർക്ക് ആകർഷിക്കുന്നു. അതിനാൽ സ്വ ഉന്നതിയുടെ ലിഫ്റ്റായ ശുഭസങ്കല്പം ഏണിപ്പടിയുമല്ല, ലിഫ്റ്റാണ്. അത് കുറവാകുന്നത് കാരണത്താൽ പരിശ്രമത്തിന്റെ പടി കയറി വരുന്നു. കേവലം 2 വാക്കുകൾ ഓർമ്മിക്കൂ. വേസ്റ്റ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അമൃതവേള മുതൽ രാത്രി വരെ 2 വാക്ക് സങ്കല്പത്തിൽ, വാക്കിൽ, കർമ്മത്തിൽ, കാര്യത്തിൽ കൊണ്ടുവരൂ. പ്രായോഗികമായി കൊണ്ടുവരൂ. ആ 2 വാക്കുകളാണ് സ്വമാനവും ബഹുമാനവും. സ്വമാനത്തിൽ കഴിയുക, ബഹുമാനം നൽകുക. ആര് എങ്ങനെയുള്ളവരായാലും നമുക്ക് ബഹുമാനം നൽകണം. ബഹുമാനം നൽകണം, സ്വമാനത്തിൽ സ്ഥിതി ചെയ്യണം. രണ്ടിന്റെയും സന്തുലനം വേണം. ഇടയ്ക്ക് സ്വമാനത്തിൽ കൂടുതൽ കഴിയുക, ഇടയ്ക്ക് ബഹുമാനം നൽകുന്നതിൽ കുറവ് സംഭവിക്കുക. ഇങ്ങനെ ആകരുത്. ആരെങ്കിലും ബഹുമാനം നൽകിയാൽ ഞാൻ ബഹുമാനം നൽകാം എന്നല്ല, എനിക്ക് ദാതാവാകണം. ശിവശക്തി പാണ്ഡവസേന ദാതാവിന്റെ മക്കൾ ദാതാക്കളാണ്. അവർ നൽകിയാൽ ഞാൻ നൽകാം. അത് കച്ചവടമായി, ദാതാവായില്ല. അപ്പോൾ താങ്കൾ കച്ചവടക്കാരനാണോ അതോ ദാതാവാണോ? ദാതാവ് ഒരിക്കലും ലേവത ആവുകയില്ല. തന്റെ മനോവൃത്തിയിലും ദൃഷ്ടിയിലും ഇതേ ലക്ഷ്യം വയ്ക്കും. എനിക്ക് മറ്റുള്ളവർക്കല്ല, എനിക്ക് സദാ ഓരോരുത്തരെയും പ്രതി, അതായത് സർവരെയും പ്രതി, അജ്ഞാനിയാകട്ടെ ജ്ഞാനിയാകട്ടെ, അജ്ഞാനികളെ പ്രതി പിന്നെയും ശുഭഭാവന ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ജ്ഞാനീതു ആത്മാക്കളെ പ്രതി പരസ്പരം ഓരോ സമയവും ശുഭഭാവന, ശുഭകാമന ഉണ്ടായിരിക്കട്ടെ. മനോവൃത്തി ഇങ്ങനെയാകണം, ദൃഷ്ടി ഇങ്ങനെയായി മാറണം. നയനങ്ങളിൽ സ്ഥൂലമായ പ്രകാശബിന്ദു അപ്രത്യക്ഷമാകുന്നുണ്ടോ? ഇല്ലല്ലോ. കണ്ണുകളിലുള്ള പ്രകാശബിന്ദു അപ്രത്യക്ഷമായാൽ എന്താകും? കാണാൻ സാധിക്കുമോ? കണ്ണുകളിൽ ബിന്ദു എന്നതുപോലെ തന്നെ ആത്മാവ് അഥവാ ബാബയാകുന്ന ബിന്ദു നയനങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. കണ്ണുകളിലെ പ്രകാശം അപ്രത്യക്ഷമാകാറില്ല. അതുപോലെ ആത്മാവ് അഥവാ ബാബയുടെ സ്മൃതിയുടെ ബിന്ദു മനോവൃത്തിയിലൂടെ, ദൃഷ്ടിയിലൂടെ അപ്രത്യക്ഷമാവുകയില്ല.
ഫോളോ ഫാദർ ചെയ്യേണ്ടേ? ബാബയുടെ ദൃഷ്ടി അഥവാ വൃത്തിയിലൂടെ ഓരോ കുട്ടികൾക്കും വേണ്ടി സ്വമാനമുള്ളതുപോലെ ബഹുമാനമുള്ളതുപോലെ തന്നെ സ്വന്തം ദൃഷ്ടിയിലും വൃത്തിയിലും സ്വമാനവും ബഹുമാനവും ആകണം. ബഹുമാനം നൽകുന്നതിലൂടെ എന്താണ് മനസ്സിലേക്ക് വരുന്നത്? ഇവർ മാറട്ടെ, ഇവർ ചെയ്യാതിരിക്കട്ടെ, ഇവർ ഇങ്ങനെയാകണം. ഇത് ശിക്ഷണത്തിലൂടെ ഉണ്ടാവുകയില്ല. എന്നാൽ ബഹുമാനം നൽകൂ. അപ്പോൾ എന്താണോ മനസ്സിൽ സങ്കല്പമുണ്ടാവുന്നത്, ഇവരാകണം, ഇവർ മാറണം, ഇവർ ഇങ്ങനെ ചെയ്യണം, അതവർ ചെയ്യാൻ തുടങ്ങും. മനോവൃത്തിയിലൂടെ മാറും, സംസാരത്തിലൂടെ മാറുകയില്ല. അപ്പോൾ എന്ത് ചെയ്യും? സ്വമാനവും ബഹുമാനവും രണ്ടും ഓർമ്മയുണ്ടാകുമോ? അതോ കേവലം സ്വമാനം ഓർമ്മയുണ്ടാകുമോ? ബഹുമാനം നൽകുക അർത്ഥം ബഹുമാനം നേടുക. ആരെയെങ്കിലും അംഗീകരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കൂ, മാനനീയർ ആകുകയാണ്. ആത്മീയ സ്നേഹത്തിന്റെ ലക്ഷണമാണ് മറ്റുള്ളവരുടെ കുറവുകളെ തന്റെ ശുഭഭാവന ശുഭകാമനയിലൂടെ പരിവർത്തനപ്പെടുത്തുക. ബാബ്ദാദ ഇപ്പോൾ കഴിഞ്ഞ സന്ദേശത്തിലും പറഞ്ഞിരുന്നു, വർത്തമാന സമയം തന്റെ സ്വരൂപം ദയാഹൃദയമാക്കൂ. അവസാന ജന്മത്തിലും താങ്കളുടെ ജഡചിത്രം ദയാഹൃദയമായി ഭക്തർക്കുമേൽ ദയ നൽകിക്കൊണ്ടിരിക്കുന്നു. ചിത്രം ഇത്രയും ദയാലുവാകുമ്പോൾ ചൈതന്യത്തിൽ എന്താകും? ചൈതന്യം ദയയുടെ ഖനിയാണ്. ദയയുടെ ഖനിയായി മാറൂ. ആര് തന്നെ വന്നാലും ദയ. ഇതാണ് സ്നേഹത്തിന്റെ ലക്ഷണം. ചെയ്യേണ്ടേ? അതോ കേവലം കേൾക്കുകയാണോ? ചെയ്യുക തന്നെ വേണം, ആവുക തന്നെ വേണം. ബാബ്ദാദ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇതിന്റെ ഉത്തരം നൽകുകയാണ്. ചോദിക്കാറുണ്ടല്ലോ, അപ്പോൾ ബാബ്ദാദ ഉത്തരം നൽകുകയാണ്. വർത്തമാന സമയം സേവനത്തിൽ അഭിവൃദ്ധി നന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഭാരതത്തിലാകട്ടെ വിദേശത്താകട്ടെ ബാബ്ദാദ ആഗ്രഹിക്കുന്നു, ആരെയെങ്കിലും നിമിത്താത്മാവാക്കൂ. എന്തെങ്കിലും വിശേഷ കാര്യം ചെയ്തു കാണിക്കണം. ഇങ്ങനെ ആരെങ്കിലും സഹയോഗിയാകണം. ഇതുവരെയും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ചെയ്തു കാണിക്കണം. പരിപാടികൾ വളരെയധികം ചെയ്തിട്ടുണ്ട്. എവിടെയെല്ലാം പരിപാടികൾ ചെയ്തിട്ടുണ്ടോ ആ സർവ പ്രോഗ്രാമുകളിലെയും എല്ലാ വശത്തും ഉള്ളവർക്ക് ബാബ്ദാദ ആശംസകൾ നൽകുന്നു. ഇപ്പോൾ എന്തെങ്കിലും നവീനത കാണിക്കൂ. താങ്കളുടെ ഭാഗത്തു നിന്നും താങ്കൾക്ക് സമാനം ബാബ പ്രത്യക്ഷമാകട്ടെ. പരമാത്മാവിന്റെ പഠിപ്പാണ് ഇത്. മുഖത്തു നിന്നും വരട്ടെ. ബാബ ബാബ എന്ന വാക്ക് ഹൃദയത്തിൽ നിന്നും പുറപ്പെടട്ടെ. സഹയോഗിയാകുന്നു. എന്നാൽ ഇപ്പോൾ വരെയും ഒരു കാര്യം ബാക്കിയാണ്. ഇതൊന്നു മാത്രമാണ്, ഇതൊന്നു മാത്രമാണ്, ഇതൊന്നു മാത്രമാണ്. ഈ ശബ്ദം പരക്കട്ടെ. ബ്രഹ്മകുമാരിമാർ നല്ല ജോലി ചെയ്യുന്നു. ചെയ്യാൻ സാധിക്കും. ഇവിടം വരേക്കും വന്നിട്ടുണ്ട്. എന്നാൽ ഇത് മാത്രമാണ് പരമാത്മാ ജ്ഞാനം. ബാബയെ പ്രത്യക്ഷമാക്കുന്നവർ നിർഭയം സംസാരിക്കട്ടെ. താങ്കൾ പറയുന്നു, പരമാത്മ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പരമാത്മാവിന്റെ കാര്യമാണ്. എന്നാൽ അവർ പറയുന്നു, ഏത് പരമാത്മാവിനെയാണോ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ജ്ഞാനമാണ് ഇത്. ഇപ്പോൾ ഈ അനുഭവം ചെയ്യിക്കൂ. താങ്കളുടെ ഹൃദയത്തിൽ ഓരോ സമയവും എന്താണ്? ബാബ ബാബ ബാബ. ഇങ്ങനെ ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടാകട്ടെ. നല്ലതാണ്, ചെയ്യാൻ കഴിയും. ഇവിടെ വരേക്കും ശരിയായി. പരിവർത്തനമുണ്ടായി. എന്നാൽ അവസാന പരിവർത്തനമാണ് ഒന്നാണ് 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 എന്നത്. ഇത് സംഭവിക്കുന്നത്
എപ്പോഴാണോ ബ്രാഹ്മണ പരിവാരം ഏകരസസ്ഥിതിയുള്ളവരായി മാറുന്നത് അപ്പോഴാണ്. ഇപ്പോൾ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുന്നു. ഏകരസസ്ഥിതി ഒന്നിനെ പ്രത്യക്ഷപ്പെടുത്തും. ശരിയല്ലേ? അപ്പോൾ ഡബിൾ വിദേശികൾ ഉദാഹരണമാകൂ. ബഹുമാനം നൽകുന്നതിൽ, സ്വമാനത്തിലിരിക്കുന്നതിൽ ഉദാഹരണമാകൂ. നമ്പർ നേടിക്കൊള്ളൂ. നാനാഭാഗത്തും മോഹജീത് പരിവാരത്തിന്റെ ദൃഷ്ടാന്തം പറയാറുള്ളതുപോലെ കൂലിക്കാരും വേലക്കാരും എല്ലാവരും മോഹജീത്. എവിടെ പോയാലും, അമേരിക്കയിൽ പോയാലും ഓസ്ട്രേലിയയിൽ പോയാലും ഓരോ ദേശത്തിലും ഏകരസം, ഏകമതം, സ്വമാനത്തിലിരിക്കുന്നവർ, ബഹുമാനം നൽകുന്നവർ, ഇതിൽ നമ്പർ നേടൂ. നേടാൻ കഴിയുകയില്ലേ? നാനാഭാഗത്തെയും ബാബയുടെ കണ്ണുകളിൽ അടങ്ങിയിട്ടുള്ള നയനങ്ങളുടെ പ്രകാശമായ കുട്ടികൾക്ക്, സദാ ഏകരസസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന കുട്ടികൾക്ക്, സദാ ഭാഗ്യ നക്ഷത്രമായ തിളങ്ങുന്ന ഭാഗ്യശാലി കുട്ടികൾക്ക്, സദാ സ്വമാനവും ബഹുമാനവും ഒപ്പമൊപ്പം വയ്ക്കുന്ന കുട്ടികൾക്ക്, പുരുഷാർത്ഥത്തിന്റെ തീവ്ര വേഗതയിൽ പോകുന്ന കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണ ആശീർവാദങ്ങൾ. നമസ്തേ. വരദാനം: സത്യമായ കൂട്ടുകാരന്റെ കൂട്ട് നേടുന്നവരായ സർവരോടും വേറിട്ട സ്നേഹി നിർമോഹിയായി ഭവിക്കട്ടെ. എന്നും അമൃതവേളയിൽ സർവസംബന്ധങ്ങളുടെയും സുഖം ബാബ്ദാദയിൽ നിന്നെടുത്ത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യൂ. സർവസുഖങ്ങളുടെയും അധികാരിയായി മറ്റുള്ളവരെയും ആക്കൂ. ഏത് ജോലിയായാലും അതിൽ സാകാര കൂട്ടുകാരെ ഓർമ്മ വരാതെ ആദ്യം ബാബയുടെ ഓർമ്മ വരട്ടെ. എന്തെന്നാൽ സത്യമായ മിത്രം ബാബയാണ്. സത്യമായ കൂട്ടുകാരന്റെ കൂട്ട് നേടൂ എങ്കിൽ സഹജമായി തന്നെ സർവരോടും വേറിട്ടതും സ്നേഹിയുമായി മാറും. ആര് സർവസംബന്ധങ്ങളിലും ഓരോ കാര്യങ്ങളിലും ഒരു ബാബയെ ഓർമ്മിക്കുന്നുവോ അവർ സഹജമായി തന്നെ നിർമോഹിയായി മാറുന്നു. അവർക്ക് ഒരു വശത്തേക്കും ആകർഷണം, അതായത് മമത ഉണ്ടാകുന്നില്ല. അതിനാൽ മായയോട് തോൽവിയും സംഭവിക്കുകയില്ല. സ്ലോഗൻ: മായയെ കാണുന്നതിനും അറിയുന്നതിനും വേണ്ടി ത്രികാലദർശിയും ത്രിനേത്രിയും ആകൂ. അപ്പോൾ വിജയിയാകും. അവ്യക്ത സൂചന: സത്യതയും സഭ്യതയുമാകുന്ന സംസ്കാരത്തെ സ്വന്തമാക്കൂ. സത്യതയുടെ ലക്ഷണമാണ് സഭ്യത. അഥവാ താങ്കൾ സത്യമാണ്, സത്യതയുടെ ശക്തി താങ്കളിലുണ്ട് എങ്കിൽ സഭ്യത ഒരിക്കലും വിടാതിരിക്കൂ. സത്യതയെ തെളിയിക്കൂ, എന്നാൽ സഭ്യതാപൂർവമായിരിക്കണം. അഥവാ സഭ്യത വെടിഞ്ഞ് അസഭ്യതയിൽ വന്നുകൊണ്ട് സത്യം തെളിയിക്കുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ സത്യം തെളിയിക്കപ്പെടുകയില്ല. അസഭ്യതയുടെ ലക്ഷണമാണ് നിർബന്ധം. സഭ്യതയുടെ ലക്ഷണമാണ് വിനയം. സത്യത തെളിയിക്കുന്നവർ സദാ സ്വയം വിനീതരായി സഭ്യതാപൂർവം പെരുമാറും. ഓം ശാന്തി.